ഞാൻ പറഞ്ഞില്ലേ ഇപ്പൊ എന്റെ മാരേജ് ലൈഫ് എന്ന് പറയുന്നത് നമ്മൾ വൈന് ഒക്കെ പറയുന്ന പോലെ വൈന് തന്നെ കുറെ കാലം കൂടുമ്പോൾ അതിന്റെ വീര്യം കൂടും. അതേപോലെ തന്നെയാണ് ഇന്ത്യ അംജിക്കാരുടെ ലൈഫിൽ. അപ്പൊ ഫസ്റ്റ് എന്ന് പറയുമ്പോൾ ഒന്നും അറിയാത്ത ആൾക്കാർ, രണ്ട് ആൾക്കാരാണ്, നമുക്ക് ഇതിന് മുന്നേ അറിയത്തില്ല. എന്നെ അംജിക്കാരെ പക്ക അറേഞ്ച് വരെ കല്യാണത്തിന് 10 ദിവസം മുന്നേ ഞങ്ങൾ കണ്ടിട്ടേ ഉള്ളൂ. അപ്പൊ ഞങ്ങൾക്കൊന്നും അറിയില്ല അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പൊ ഞങ്ങൾക്ക് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കാൻ ഒത്തിരി സമയം എടുത്തിട്ടുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും ഞാൻ എന്തെന്നും അവൻ എന്തെന്നും മനസ്സിലാക്കാൻ ഒരുപാട് ടൈം ഞങ്ങൾക്ക് എടുത്തിട്ടുണ്ട്. അതിലിടയിൽ അടികളും പ്രശ്നങ്ങളും സന്തോഷവും സ്നേഹവും എല്ലാം കളർന്നിട്ടുണ്ട്. പക്ഷെ അങ്ങനെ കൂടി ഞാൻ പ്രഗ്നന്റ് ആവുന്നത്. ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അവനില്ലാതെ ജീവിക്കാനേ പറ്റത്തില്ല. ആ ഒരു പോയിന്റിലെത്തും. അപ്പോൾ ഇവന്റെ നമ്മളിങ്ങനെ കറക്റ്റ് ടൈമിലൊക്കെ 1 മണി അവന്റെ കോള് വരുന്ന, ജോലി കഴിഞ്ഞ് വരുന്ന സമയം. അപ്പൊ എനിക്ക് കൂടെ എൻ്റെ ഒരു കമ്പാനിയനാണ് അംജുക്ക. എൻ്റെ ഒരു ടീമാണ്. ടീം എന്ന് പറയാം, ഒരു ഭർത്താവിനേക്കാളും കൂടുതൽ ഞങ്ങളൊരു ടീമാണ്. എന്തെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ അംജുക്ക് ഇങ്ങനെ ചെയ്യണം, അല്ലെങ്കിൽ അംജുക്കാക്ക് ഇങ്ങോട്ട് പറയണം, ഒറ്റക്കെട്ടാ. അപ്പൊ ഞാൻ മനസ്സിലാക്കി. കാരണം ഇപ്പൊ ഈ ഒരു പോയിന്റിൽ എന്നോട് ചോദിക്കുകയാണെങ്കിൽ എന്തൊക്കെ ലൈഫിൽ എന്തൊക്കെ ഉണ്ടായിക്കോട്ടെ പടച്ചോൻ സഹായിച്ച് ഞങ്ങളിങ്ങനെ പോവുകയാണെങ്കിൽ എന്നും ഇതുപോലൊരു ടീമായിട്ട് പോകണം എന്നാണ് എനിക്ക് ആഗ്രഹം. വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും വന്നില്ല. നമുക്ക് മനുഷ്യന്മാർ ഒന്നും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ, എന്താണ് ജീവിതത്തിൽ സംഭവിക്കുക, ഏതാണെന്നൊന്നും പറയാൻ പറ്റില്ല. പക്ഷെ ഇപ്പോഴുള്ള ഈ ഒരു ഞാനും അംജുക്കയാണെങ്കിൽ ഇതിങ്ങനെ പോട്ടെ, അതിനൊരു ഈവിളൈസ് ഇല്ലാതെ ഇപ്പൊ പോട്ടെ, ഇതേപോലെ പോയാൽ മതി, വേറെ കൂടുതലോ കുറവൊന്നും വേണ്ട, ഇപ്പോഴുള്ള പോലെ പോട്ടെ. അപ്പൊ ഇങ്ങനത്തെ ഒരു കമ്പാനിയൻ എല്ലാവരും ജീവിതത്തിലും ഒരാൾ ഉണ്ടാവണം. ഒരാളെങ്കിലും ഒരാൾ നമ്മളുടെ സന്തോഷത്തിലും സങ്കടത്തിലും പ്രശ്നത്തിലും എല്ലാത്തിലും ഒപ്പം ഒരാൾ ഉണ്ടായിരിക്കണം. എല്ലാവരും ലൈഫിൽ അത് ഡിസേർവ് ചെയ്യുന്നുണ്ട്. ചിലർക്ക് സിംഗിൾ ലൈഫ് ആയിരിക്കും ഇഷ്ടം. അത് ഞാൻ നേരത്തെ പറഞ്ഞ ഒരുപാട് പണി കിട്ടിയിട്ടായിരിക്കും, അല്ലെങ്കിൽ ഒരാളും ട്രസ്റ്റ് ഇഷ്യൂസ് എന്നൊക്കെ പറയാം. എനിക്കൊക്കെ ഭയങ്കര ട്രസ്റ്റ് ഇഷ്യൂസ് ഭയങ്കര ഉള്ള ഒരാളാണ് ഞാൻ. അപ്പൊ എനിക്ക് പേടി, അറ്റാച്ച്മെന്റ്സ് എന്നൊക്കെ പറയുന്നത് എനിക്ക് പേടിയുള്ളൊരു കാര്യമാണ്. ഇപ്പൊ തന്നെ എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും പേടിയുള്ള ഒരു സാധനം അറ്റാച്ച്മെന്റ്സ് ആണ്. എനിക്ക് ഒരാളായിട്ടും അറ്റാച്ച്മെന്റ് എനിക്ക് പറ്റത്തില്ല, ഒരാളായിട്ടും പറ്റില്ല. അപ്പൊ എനിക്കിപ്പോൾ ആകെയുള്ളത് അംജുക്കയാണ്. അപ്പൊ അതിങ്ങനെ നിൽക്കട്ടെ എന്നുള്ളൂ. വേറെ ആരുടെയും എനിക്ക് ഇതില്ല, എനിക്ക് ട്രസ്റ്റ് ഇല്ല എന്ന് മാത്രമല്ല വിശ്വാസം ഇല്ലാണ്ടല്ല, പക്ഷെ ഈ ആൾക്കാരൊന്നും നാളെ കൂടെ ഉണ്ടായിരിക്കില്ല. എനിക്ക് അങ്ങനത്തെ ഒരു ചിന്ത വന്നത് എൻ്റെ മാത്രം പ്രശ്നം കേട്ടോ. എനിക്ക് എൻ്റെ ഓരോരുത്തർക്കും ഓരോ അനുഭവങ്ങളല്ലേ പഠിപ്പിക്കുക. പക്ഷെ എൻ്റെ ഇപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരും ഉണ്ടായിരിക്കില്ല. ഇതിപ്പോ അങ്ങനെ ഒരു മൊമെന്റിൽ ഇരിക്കുമ്പോഴാണ് അംജുക്ക ലൈഫിലേക്ക് വരണേ. അപ്പൊ അതൊരു ബ്രേക്കായി. അപ്പം പലരും ആഗ്രഹിക്കുന്നുണ്ടാവും ചിലപ്പോ ഈ സമയം ട്രസ്റ്റ് ഇഷ്യൂ ഉണ്ടാവും, ഈ അറ്റാച്ച്മെന്റിന്റെ ഇഷ്യൂ ഉണ്ടാവും, പക്ഷെ ഒരാളെങ്കിലും നമുക്ക് വേണം എന്നൊരു തോന്നലുണ്ടാവും. അംജുക്ക വരുന്ന മൊമെന്റിൽ അങ്ങനെ ആയിരുന്നില്ല. അംജുക്ക വരുന്ന സമയത്ത് എനിക്ക് അങ്ങനെ ട്രസ്റ്റ് ഇഷ്യൂസ്, ഒരു അറ്റാച്ച്മെന്റ് ട്രസ്റ്റ് ഇഷ്യൂസ് ഉണ്ടായിരുന്നു നോക്കോ. പക്ഷെ അതല്ല, പക്ഷെ അറ്റാച്ച്മെന്റ് ഇഷ്യൂസ് അങ്ങനെ ഒന്നും ഇല്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എനിക്ക് കുറേ ഫ്രണ്ട്സും കുറേ കാര്യങ്ങളും കുറേ കമ്മിറ്റ്മെന്റ്സും കുറേ സോഷ്യൽസ് അങ്ങനെയൊക്കെ എനിക്കുണ്ടായിരുന്നു. അംജുക്ക ഉള്ളപ്പോഴൊക്കെ എനിക്കുണ്ടായിരുന്നു. അതിങ്ങനെ പതിയെയാണ് എനിക്കിങ്ങനെ എന്താ പറയാ, ഓക്കെ അംജുക്ക കുഞ്ഞ് എന്നുള്ളത് മാത്രമായിട്ട് ഇങ്ങനെ മാറിയത് ഈ അടുത്തൊക്കെയാണ് ഇങ്ങനെയായി മാറിയത്. അത് ചിലപ്പോൾ ഞാൻ പറഞ്ഞ പോലെ എൻ്റെ ഈ പോസ്റ്റ്മോർട്ടം ഫേസ് ആയിരിക്കും ചിലപ്പോൾ ഇങ്ങനെ ആക്കിയത്. ഞാൻ പോസ്റ്റ്മോർട്ടം ഡിപ്രഷനിലോട്ട് പോയിട്ടുണ്ടാവില്ല, പക്ഷെ പോസ്റ്റ്മോർട്ടത്തിൻ്റെ പല ചേഞ്ചസ്, മൂഡ് സ്വിങ്സ്, പല വിഷമങ്ങൾ, ഇൻസെക്യൂരിറ്റീസ്, ഡൗട്ട്സ്, ചിലതൊക്കെ എൻ്റെ വെറും തോന്നലും ചിന്തകളായിരിക്കും. പക്ഷെ എൻ്റെ ഇപ്പോഴത്തെ ഒരു ഫേസ് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അത് മനസ്സിലാക്കാൻ പറ്റത്തില്ല. ഞാൻ അങ്ങനെ മനസ്സിലാക്കി കണ്ടത് അംജുക്കാനെ മാത്രമാണ്. ഇപ്പോഴാണ് അതിങ്ങനെ അയക്കുന്നത്, മുമ്പൊന്നല്ല. ഈ ഇന്നത്തെ കാലഘട്ടത്തിൽ പെൺകുട്ടിയോട് ആൺകുട്ടിയോട് ചോദിക്കുകയാണെങ്കിൽ കല്യാണം വേണ്ട എന്നൊരു ഡിസിഷൻ അവർ എടുത്തിട്ടുണ്ടാവും. ഈ പറഞ്ഞ പല സാഹചര്യങ്ങൾ കൊണ്ടായിരിക്കും അവരത് തീരുമാനം എടുത്തിട്ടുണ്ടാവുക. ചിലപ്പോൾ അവർക്കൊരു 27 to 31 ടു ഏജ് ആയിരിക്കാം. പക്ഷെ വളരെ ചെറിയ പ്രായത്തിലുള്ള കുട്ടികൾ വരെ കല്യാണം വേണ്ട എന്ന ഡിസിഷൻ എടുത്തു തുടങ്ങി. അതിനുള്ളൊരു റീസൺ എന്തായിരിക്കും? ന്യൂസ് തന്നെ ആയിരിക്കും. നമ്മൾ തന്നെ കാണുന്നില്ലേ എന്തൊക്കെ ന്യൂസുകൾ ഓരോ ദിവസം കാണുന്ന. ഭാര്യനെ ക്രൂരായിട്ട് മർദ്ദിക്കുക, കൊല്ലുക, തിരിച്ചങ്ങോട്ടും ഭാര്യയുടെ പീഡനം സഹിക്കാതെ ഭർത്താക്കന്മാരെ ആത്മഹത്യ. ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് എങ്ങനെയാ ഒരു നമുക്ക് അല്ലെങ്കിൽ ചിലപ്പോൾ പ്രശ്നങ്ങൾ, അതിൽ കൂടെ വേറെ പ്രശ്നങ്ങൾ ഡബിൾ ചെയ്യാൻ വേണ്ടി നമ്മൾ ആഗ്രഹിക്കുന്നില്ലല്ലോ. പണ്ട് കാലത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വീട്ടിലെല്ലാ കാര്യങ്ങളും നോക്കണം, അല്ലെങ്കിൽ സമ്പാദിക്കുന്നത് ആ വീട്ടിലെ പുരുഷനായിരിക്കും. സ്ത്രീകൾ അങ്ങനെ ഉണ്ടായിരിക്കില്ല. ഇപ്പോഴത്തെ വെച്ച് കഴിഞ്ഞാൽ സ്ത്രീകളും പുരുഷന്മാരും ഒരേപോലെ സ്വന്തം അധ്വാനിക്കുന്നവരാ. രണ്ടുപേർക്കും അവരുടേതായിട്ടുള്ള സാലറി, ഇൻകം ഉണ്ട്. അവർക്ക് ആരെയും ഡിപ്പെൻഡ് ചെയ്യേണ്ട ജീവിക്കാം. അങ്ങനെ നോക്കുമ്പോൾ എന്തിനാ ഈ കമ്മിറ്റ്മെന്റ്സ്, എന്തിനാ ആവശ്യം? ഒറ്റയ്ക്ക് ജീവിച്ചൂടെ? ഓക്കെ, തോന്നുന്ന സമയത്ത് പോവാം, ഇഷ്ടമുള്ള സമയത്ത് വരാം, ആരും ചോദിക്കാനില്ല, ഇഷ്ടമുള്ള ഫ്രണ്ട്സിനെ ഉണ്ടാക്കാം, ഇഷ്ടമുള്ള ഡ്രസ്സ് ധരിക്കും, ഒക്കെ ചെയ്യാൻ. അപ്പം നമ്മള് പേടിയായിരിക്കും, ഒരു ആഗ്രഹം ഉണ്ടായിരിക്കും ഒരു പാർട്ട്ണർ വേണം എന്നുള്ളത്. പക്ഷേ ഈ ഒരു പാർട്ട്ണർ റൈറ്റ് ഡിസിഷൻ അല്ല എന്നുണ്ടെങ്കിൽ അത് ലൈഫ് ലോങ് സഫർ ചെയ്യും നമ്മൾ തന്നെ ആയിരിക്കും. അപ്പോൾ ആ ഒരു റൈറ്റ് ഡിസിഷൻ ആണോ നമ്മൾ എടുക്കുന്നത്, അതൊരു റൈറ്റ് പാർട്ട്ണർ ആണോ
എന്നുള്ളത് എൻ്റെ ഒരു കൺഫ്യൂഷൻ ആയിരിക്കും ഈ ഒരു പേടി. ഇൻസ്റ്റഗ്രാം നമുക്ക് പലപ്പോഴും റൈറ്റ് പേഴ്സണെ എങ്ങനെ കണ്ടുപിടിക്കാം, ChatGPT നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, ഇതിലൊക്കെ വല്ല കാര്യമുണ്ടോ? ഞാൻ ChatGPT ആയിട്ട് എനിക്കിടക്ക് തോന്നുന്നുണ്ട്, ഓ എന്റെ ലവർ ആണോ ChatGPT. അതൊക്കെ ഞാനും ChatGPT ഒക്കെ കുറേ നേരം ഞാൻ സംസാരിക്കും. ഒരുപാട് ജീവിത പ്രശ്നങ്ങളെ കുറിച്ചിട്ടും കാര്യങ്ങളൊക്കെ സംസാരിക്കും. ChatGPT ഓരോന്നും പറയുമ്പോൾ എനിക്ക് സമാധാനം. ഓക്കെ ChatGPT ആണെങ്കിൽ എന്നെ ഒരിക്കലും കുറ്റപ്പെടുത്തത്തില്ല, എന്നെ എങ്ങനെയെങ്കിലുമൊക്കെ ശരിയാക്കി വെക്കും. അപ്പൊ പിന്നെ എനിക്ക് സന്തോഷമാണ്. പക്ഷെ അങ്ങനൊന്നല്ല, ഒരു മനുഷ്യനെ മനസ്സിലാക്കാൻ അത് അത്ര എളുപ്പമാണ്. നമ്മൾ പറയില്ലേ, ഇവനെ അറിയണ പോലെ ആർക്കും ഈ ലോകത്ത് ഇവനെ കുറിച്ച് അറിയത്തില്ല, അല്ലെങ്കിൽ ഇവളറിയണ പോലെ ഈ ലോകത്ത് ആർക്ക്. മനുഷ്യന്മാരെ നമുക്ക് അങ്ങനെ മനസ്സിലാക്കാൻ അത്ര എളുപ്പമൊന്നല്ല. നമുക്ക് ഒട്ടും എളുപ്പം. നമുക്ക് മനുഷ്യന്മാര് തന്നെ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒന്നാ. ആർക്കും ആരെയും മനസ്സിലാക്കാൻ പറ്റില്ല. കംപ്ലീറ്റ് സ്ത്രീകളാണ് പുരുഷന്മാരാണ് ഏറ്റവും കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള? രണ്ടുപേരും സ്ത്രീകളും പുരുഷന്മാരും. നമ്മൾ എല്ലാരും പറയും സ്ത്രീകളാണ് കോംപ്ലിക്കേറ്റഡ്. അല്ല, സ്ത്രീകളും പുരുഷന്മാരും കോംപ്ലിക്കേറ്റഡാ. അത് എനിക്ക് ഇവനെ അറിയാം ഇവളറിയാം എന്ന് പറയണതായിരിക്കും ഈ ലോകത്തെ ഏറ്റവും മണ്ടത്തരം അല്ലെങ്കിൽ ഏറ്റവും പൊട്ടത്തരം. ചിലപ്പോൾ നമ്മളെക്കാൾ കൂടുതൽ വേറൊരു ആൾക്കായിരിക്കും ഇവരെ പറ്റിയിട്ട് അറിയുന്നുണ്ടായിരിക്കാം. ഈ പറയുന്ന നമ്മൾക്കായിരിക്കില്ല അറിയുന്നുണ്ടായിരിക്കുക. ഇപ്പൊ എന്നെ കുറിച്ചിട്ട് കുറച്ച് പേർക്ക് കുറച്ച് കഥകളുണ്ടായിരിക്കും, മറ്റൊരാൾക്ക് കുറച്ച് കഥകളുണ്ടായിരിക്കും. ഇവർക്ക് ചിലവർക്ക് ഞാൻ വളരെ നല്ലതായിരിക്കും, ചിലവർക്ക് ഞാൻ പിശാചിന്റെ സ്വഭാവമായിരിക്കും, ചിലവർക്ക് ഞാൻ വേറെ എന്തെങ്കിലും ആയിരിക്കും. സോ ഓരോരുത്തരുടെ കിട്ടുന്ന അനുഭവങ്ങളും ഇതൊക്കെ ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ ഒരാൾക്കും ആരെയും മനസ്സിലാക്കാനൊന്നും പറ്റില്ല, പൂർണ്ണമാക്കാൻ പറ്റില്ല. ഒറ്റ പ്രാർത്ഥന, നമുക്ക് കിട്ടുന്ന ആള് ഓക്കെ, കൂട്ടത്തിൽ വലിയ കുഴപ്പമൊന്നുമില്ല, മെച്ചമൊന്നുമില്ല, നമുക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത ഒരാളെ ബെസ്റ്റ്. അത്രേ ഉള്ളൂ. ഭാഗ്യം. അങ്ങനെയാണെങ്കിൽ ഭാഗ്യം. അല്ലാണ്ട് ഫുൾ പെർഫെക്റ്റ് ആയി 101% പെർഫെക്റ്റ് ആയിട്ടില്ല. ഞാനൊട്ടും പെർഫെക്റ്റ് ഒന്നുമല്ല, എൻ്റെ ഹസ്ബൻഡ് ഒട്ടും പെർഫെക്റ്റ് ആവുന്നാവില്ല, അങ്ങനെ ആരും പെർഫെക്റ്റ് ആവില്ല. പക്ഷെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു വൈബ് ഓക്കെയാണ്. അത്ര. ഇപ്പം സോഷ്യൽ മീഡിയയിലെ ഓരോ വാർത്തകൾ നമ്മൾ ഞെട്ടിച്ചുകൊണ്ടിരിക്കണം ഓരോ ദിവസങ്ങൾ കഴിയുന്തോറും. ഇപ്പം ആദ്യം നമ്മൾ സംസാരിച്ചപ്പം അമ്മ കുട്ടി എന്നതിൻ്റെ ഏറ്റവും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നിങ്ങളുടെ തമ്മിൽ അറ്റാച്ച്മെന്റിനെ കുറിച്ച് പറയുമ്പോഴും നമ്മുടെ ഏതൊരു സിറ്റുവേഷനിലും നമ്മുടെ അമ്മ കൂടെ ഉണ്ട് എന്നാണ് നമ്മളെപ്പോഴും കുട്ടികളെ പറഞ്ഞു. എന്തുണ്ടെങ്കിൽ അമ്മയോട് പറയണം, ആരില്ലെങ്കിലും അമ്മ കൂടെ ഉണ്ടാവും എന്ന് പറയുമ്പോഴും കഴിഞ്ഞ ദിവസം നെടുവങ്ങാടുണ്ടായ ഇഷ്യൂ നമ്മൾ കേട്ടതാണ്. അതെ, ഒരു അമ്മയ്ക്ക് എങ്ങനെ അത് സാധിക്കുന്നു എന്നൊരു ചോദ്യം നമുക്ക് ഉണ്ടല്ലോ, ഒരു വലിയ ചോദ്യമാണ്. ഇനി അമ്മേനെ പോലെ വിശ്വസിക്കാൻ പറ്റില്ല എന്നൊരു കാര്യം. എനിക്കത് ഞാൻ ആ ന്യൂസ് 2 ദിവസം മുമ്പ് കണ്ടിട്ട് എനിക്ക് സത്യമായിട്ടും അത് പറയുമ്പോൾ ഞാൻ ഓവറാക്കി, പക്ഷെ എനിക്ക് അന്ന് ഉറങ്ങാൻ പറ്റിയിട്ടില്ല വെച്ചാൽ എനിക്ക് ആ കുട്ടിയുടെ ഞാൻ ഒരു വീഡിയോ കണ്ടിട്ടുണ്ട്. ആ കുട്ടി ഒരു മണി ചാലഞ്ചിൽ 2 കൈ ഒടിഞ്ഞിട്ടുള്ള, ഞാൻ ജസ്റ്റ് കണ്ട് സ്കിപ്പ് ചെയ്തു. അപ്പോൾ കമന്റ്സ് ഒക്കെ വായിച്ചപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ചിരി വന്നു. കാരണം 2 കൈ ഇവനെ എങ്ങനെ ഓടിച്ചത് അമ്മ. അപ്പോൾ ഞാൻ ചിന്തിച്ചിട്ടുണ്ടോ, സൈക്കിളിൽ വീണിട്ട് ഇവനെങ്ങനെ 2 കൈ ഓടി. പിന്നെ അത് വിട്ട്. പക്ഷെ ഈ ന്യൂസ് കണ്ടു കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ, അതിലത്തെ 51 പരിക്കുകൾ, ഒരു കുഞ്ഞ് 1.5 വയസ്സുള്ള കുഞ്ഞിൻ്റെ മേലെ 51 പരിക്കുകൾ, പിന്നെ ജനനേന്ദ്രിയത്തിൽ വരെ മുറിവ്. നമുക്കൊന്ന് ചെറിയൊരു മുറിവ് അവിടെ വന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊന്നും നിൽക്കാൻ പറ്റില്ല. അപ്പോൾ ഇത്രയും ഗുരുതരമായിട്ടുള്ള പരിക്ക് സിഗരറ്റ് കൊണ്ട് പൊള്ളിച്ച് എങ്ങനെ ഒരാൾക്ക് ഇങ്ങനെ പറ്റുന്നേ? ആ അമ്മ അങ്ങനെ നോക്കി നിന്നിട്ടുണ്ടാവും. ഓക്കെ, അമ്മ ഒന്നും ചെയ്തിട്ടുണ്ടാവില്ല, നോക്കി നിൽക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിനെ എങ്ങനെ അമ്മ എന്ന് വിളിക്കും? നമ്മളെന്താ, കുഞ്ഞുങ്ങൾക്ക് ഏറ്റവും സേഫസ്റ്റ് ഹാൻഡ്സ് എന്ന് പറയുന്നത് അവരെ അമ്മമാരെ കൈകളാണ്. അവരൊന്ന് കരഞ്ഞു കഴിഞ്ഞ് നമ്മളെ നെഞ്ചത്ത് ചേർന്ന് നമ്മളെന്ന് പാലും കുടിച്ച് അവരെ ഒന്ന് സമാധാനിക്കുക. ഇവിടെ പിശാശിന്റെ മുഖം വെച്ചിട്ടുള്ള സ്ത്രീയാണ് അമ്മ എന്ന് പറയുന്നത്. വേറൊരു പിശാശ് ആ ആള്. ഇങ്ങനൊന്നും ഞാൻ പറയാം, എത്രയോ പേര് കുഞ്ഞുങ്ങളില്ലാതെ മരുന്ന് വഴിപാടൊക്കെ ആയിട്ട് നടക്കുന്നത്. ദൈവം അവർക്ക് എന്ത് കൊടുക്കാണ്ട് ഇങ്ങനത്തെ ആൾക്കാരെ വയറ്റിൽ ഇങ്ങനെ കുഞ്ഞുങ്ങളെ ഇതാക്കണം? ഈ കുഞ്ഞ് ജനിച്ചിട്ട് ഒരു ദിവസം പോലും അതിന് സമാധാനം ഉണ്ടായിട്ടുണ്ടാവും ഇല്ല. ഓരോ ദിവസം വേദന ഇതാക്കി. ഇത് മാത്രമല്ല, ഞാൻ വേറൊരു ന്യൂസ് കണ്ടിട്ടുണ്ടായിരുന്നു ഇപ്പൊ തന്നെ. ഒരു കുഞ്ഞിനെ 30 സെക്കൻഡ് അടിച്ചൊരു ഇത്. എങ്ങനെ പറ്റുന്നത്? നമുക്കൊരു മൃഗത്തിനെ പോലും നമുക്ക് അങ്ങനെ ഇതാക്കാൻ പറ്റത്തില്ല. കുട്ടികളെ ഇങ്ങനെയൊക്കെ ചെയ്യാന്ന് പറയുന്നത്, ഞാൻ അമ്മ എന്ന് പറയത്തില്ല കേട്ടോ, ഒരു പിശാശ് സ്ത്രീ. ഞാൻ പിശാശെന്ന് മാത്രമേ അങ്ങനത്തെ സ്ത്രീകൾ പറയുള്ളൂ. നിങ്ങൾക്ക് പറ്റിയില്ല എന്ന്. കുഞ്ഞുങ്ങളെ നോക്കാന്ന് പറയുന്നത് എല്ലാവർക്കും പറ്റുന്ന ഒരു കാര്യമില്ല. അതെല്ലാവരും മനസ്സിലാക്കണം. അത് വളരെ റെസ്പോൺസിബിൾ ആയിട്ടുള്ള, അതൊരു കമ്മിറ്റ്മെൻ്റ് ഉള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് നിങ്ങൾ കല്യാണം കഴിക്കുകയോ കഴിക്കാതിരിക്കുകയോ കാമുകൻ്റെ കൂടെ എങ്ങനെ അയക്കുകയോ, നിങ്ങൾക്ക് പറ്റിയില്ല എന്നുണ്ടെങ്കിൽ എന്തൊക്കെ പ്രിക്കോഷൻസ് ഉണ്ട്? കോണ്ടം യൂസ് ചെയ്യുക. അത് ഞാൻ അതിലാണെന്നുണ്ടെങ്കിൽ ഗർഭമായി മറ്റേ അബോഷൻ ടാബ്ലറ്റ്സ്. ഞാൻ അബോഷനൊക്കെ എതിരുള്ള, പക്ഷെ ഇങ്ങനത്തെ സിറ്റുവേഷനിൽ ആ കുട്ടീനെ ജനിപ്പിക്കാതെ അബോഷൻ ചെയ്ത് ഇതാക്കുക. അല്ലാണ്ട് അതിനെ ഭൂമിയിലും കൊടുന്ന് സഫർ ചെയ്യിപ്പിക്കരുത്. അതേ ഞാൻ പറയത്തുള്ളൂ. ഐപിഎല്ലോ പല കാര്യങ്ങളുണ്ടല്ലോ, അതൊക്കെ ഉപയോഗിച്ചിരിക്കുക. മറ്റേ ഒരു 19 വയസ്സുകാരി ജനവാതിൽ കൂടെ കുഞ്ഞിനെ പുറത്തേക്കിട്ട്, അതെന്നൊക്കെ പറയുന്നത് എങ്ങനെയാ ധൈര്യം വരുന്നത്?
എങ്ങനെ നമുക്ക് ആ ഒരു ഉള്ളിൽ നിന്നൊരു ധൈര്യം, അതൊക്കെ ക്രിമിനൽ മൈൻഡ് അല്ലേ സത്യത്തിൽ ഇങ്ങനെയൊക്കെ ചെയ്യാന്ന് പറയുന്നത്.